ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞമ്മൈറ്റി. സോ ഗൈസ്, ഇന്ന് തിങ്കളാഴ്ച കണ്ട് ഇന്നൊരു പാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിങ്കളാഴ്ച കണ്ട് ഒരു 50 കോയിൻ്റെ ഇവൻറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് നമ്മളിന്ന് കളിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു കളി കളിക്കാനുള്ള ഗൈസ് എന്താ വെച്ചാൽ ഇന്ന് തൊട്ട് നമ്മുടെ ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് തൊട്ട് 2 ഗെയിം പ്ലേ എടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഓരോ ഗെയിം പ്ലേ വെച്ച് ഉണ്ടാവുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് ജയിച്ചാലും തോറ്റാലും ഒരു ഗെയിം പ്ലേ ഉണ്ടാവുള്ളൂ. തോറ്റ് കഴിഞ്ഞാൽ ഞാൻ വേറെ പ്ലേയെങ്കിലും കളിച്ചെടുത്തോളാം ഗൈസ്. ഓക്കെ, അപ്പം നമ്മുടെ വേറൊരു ദുഃഖവാർത്ത, അതായത് എന്നെ സംബന്ധിച്ച് സന്തോഷ വാർത്തയാണ് ദുഃഖവാർത്തയാണ്. നമ്മുടെ ബ്രസീൽ ലോകകപ്പിൽ നിന്ന് പുറത്തായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ബ്രസീലുകാരുടെ ഫ്ലെക്സും കട്ടൗട്ടും ഒക്കെ ഒരാളെ സമയം ആയിട്ടുണ്ട്. അപ്പോൾ ബ്രസീലുകാരുടെ വേൾഡ് കപ്പ് മോഹങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. 5 വേൾഡ് കപ്പ് അടിച്ചെന്ന് പറഞ്ഞാലും ഗൈസ് നമ്മുടെ സുൽത്താൻ, അതായത് നെയ്മറിനൊരു കപ്പില്ലാതെ നെയ്മർ മടങ്ങുകയാണ് ഗൈസ്. അതെ ഗൈസ്, നമ്മുടെ നെയ്മർ കളിക്ക് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ചു ഗൈസ്. 34-ാം വയസ്സിൽ തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ചു നെയ്മർ ജൂനിയർ. പരിക്കുകൾ കൊണ്ടാണ് അയാളുടെ ജീവിതം ഇങ്ങനെയായത്. പരിക്ക് ഇല്ലെങ്കിൽ ഒരു വേൾഡ് കപ്പും കൂടിയും കളിക്കാമായിരുന്നു. പക്ഷെ പരിക്കിൻ്റെ ഭീതി വളരെയധികം നെയ്മറുണ്ട് ഗൈസ്. അത് കാരണമാണ് നെയ്മർ വിരമിച്ചത്. അതൊരു ദുഃഖവാർത്തയായിട്ടാണ് ഇരിക്കുന്നത് ഗൈസ്. എന്നുവെച്ചാൽ നെയ്മർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളിക്കാരനായിരുന്നു. എനിക്ക് റൊണാൾഡോനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല ഗൈസ്. റൊണാൾഡോ കുറച്ച് തൊള്ളപ്പൊളിയൊക്കെ കൂടുതലായിരുന്നു. പക്ഷെ നെയ്മർ മുത്തുമണിയായിരുന്നു ഗൈസ്. നെയ്മർ ഒരു കാലത്ത് മെസ്സിയുടെ പേര് പോലും ലഭിച്ചൊരു പ്ലെയർ തന്നെയായിരുന്നു. മെസ്സിയുടെ അതേ കളിശൈലിയും മെസ്സിയുടെ കാട്ടും സ്കില്ല് നെയ്മറിനാണ് ഗൈസ്. മെസ്സിയുടെ പോലെ ഇങ്ങനെ ഡ്രിബിളിങ്ങും പാസിങ്ങും ഒക്കെയുള്ള നെയ്മറായിരുന്നു. പക്ഷെ പരിക്ക് അയാളെ അലട്ടിക്കൊണ്ടിരുന്നു. മെസ്സിക്ക് അഞ്ചാൽ ചാടി കിടക്കാറിയാം ഗൈസ്. മെസ്സിക്ക് പരിക്ക് വന്നാലും മെസ്സിനെ ഫൗൾ ചെയ്യാൻ നോക്കിയാലും മെസ്സി ചാടി കിടക്കും. മെസ്സിക്ക് അതിനുള്ള ട്രിക്ക് അറിയാം. പക്ഷെ നെയ്മറിന് അതറിയില്ല ഗൈസ്. അതുകൊണ്ട് ആൾക്ക് പരിക്കുകൾ വന്നപ്പോൾ ആളങ്ങനെ ഈ വേൾഡ് കപ്പോടെ വിരമിച്ചു. ആളുടെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ ആകെ വിഷമമായിട്ടാണ് ഗൈസ്. നെയ്മറിനൊരു കപ്പ് വേണമായിരുന്നു. അങ്ങനെ നമ്മുടെ നെയ്മർ പടിയിറങ്ങുന്നു. ബ്രസീൽ ജേഴ്സിയിൽ ഇനി നെയ്മർ ജൂനിയർ കളിക്കില്ല ഗൈസ്. നമ്മുടെ കാർലോ ആഞ്ചലോട്ടി മര്യാദയ്ക്കൊന്ന് നെയ്മറിനെ ഇറക്കാണ്ട് ഇന്നത്തെ കളിയെങ്കിലും നെയ്മറിനെ ഫുൾ ടൈം ഇറക്കായിരുന്നു കേട്ടോ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്നത്തെ കളിയെങ്കിലും നെയ്മറിനൊന്ന് ഫുൾ ടൈം ഇറക്കായിരുന്നു കാർലോ ആഞ്ചലോട്ടിക്ക്. എന്നുവെച്ചാൽ നെയ്മറിൻ്റെ അവസാന വേൾഡ് കപ്പ് എന്നൊക്കെ പറഞ്ഞു വന്നതാണ്. നെയ്മർ ഈ വേൾഡ് കപ്പിൽ ആകെ കളിച്ചത് 35 മിനിറ്റ് മാത്രം. ബാക്കി എല്ലാ സമയം ബെഞ്ചിൽ. ഇന്നത്തെ കളിക്ക് പൂർണ്ണ ഫിറ്റാണെന്ന് ഏഞ്ചലോട്ടി തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് പോലും നമ്മൾ നെയ്മറിനെ ഇറക്കിയില്ല ഗൈസ്. ഏഞ്ചലോട്ടിനെ വേഗം തന്നെ പുറത്താക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്ന് വെച്ചാൽ നെയ്മറിനെ തീരെ അവസരം കൊടുക്കാത്ത ബാർസലോണക്കാരെ അവഹേളിക്കണ പോലെ ഉണ്ട്. വിനീഷ്യസ് ഒക്കെ നന്നായി കളിച്ചതാ. റഫീനയ്ക്ക് ഇന്ന് ഇറങ്ങാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇറങ്ങിയില്ല, പരിക്കുണ്ടാവും. പക്ഷെ നെയ്മറിനെ ഇറക്കായിരുന്നു. അങ്ങനെ ബ്രസീൽ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി. പിന്നെ രണ്ടാമത്തെ കളിയിൽ അതൊരു 6 കളിയായിരുന്നു ഗൈസ്. ഇംഗ്ലണ്ടും മെക്സിക്കോയും. അതിൽ നമ്മൾ മെക്സിക്കോ തോറ്റു ഗൈസ്. ഇംഗ്ലണ്ട് 3-2 ജയിച്ചു. അതൊരു 6 കളിയായിരുന്നു. അത് മെക്സിക്കോ ആദ്യ കളി കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തോറ്റു ഗൈസ്. പിന്നെ ആദ്യത്തെ കളിയുടെ നമ്മളെ മെയിൻ സ്ട്രൈക്കർ എൻ്റെ മുത്തുമണിയാണ്. എൻ്റെ ടീമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് നമ്മുടെ എർലിംഗ് ബ്രോട്ട് ഹാലൻഡ്. ബ്രസീലിനെ അടിച്ചൊതുക്കിയത് എർലിംഗ് ഹാലൻഡാണ് ഗൈസ്. ഹാലൻഡ് ഏരിയൽ ബോളും അടികൂടെ വരുന്നതൊക്കെ ഹാലൻഡ് എടുക്കും ഗൈസ്. ഹാലൻഡിൻ്റെ ഫിസിക്കലും ഹൈറ്റും ഫിഗറും ഒക്കെ വെച്ച് ഹാലൻഡ് എങ്ങനെ പോയാലും പന്ത് എടുക്കും. ഹാലൻഡ് വേറൊരു ലെവൽ കളിയാണ്. ഇപ്പോൾ മെസ്സിക്കും എംബാപ്പയ്ക്കൊപ്പം ഹാലൻഡ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഹാലൻഡും മെസ്സി 4 കളിയിൽ 7 ഗോളാണ്. എംബാപ്പ 5 കളിയിൽ 7 ഗോൾ. നമ്മുടെ എർലിംഗ് ബ്രോട്ട് ഹാലൻഡ്. അപ്പോൾ നമ്മുടെ കളി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് പോർച്ചുഗലും സ്പെയിനും ഉണ്ട്. നാളെ അർജൻറ്റീന വീണ്ടും ഉണ്ട്. നോക്കാം നമുക്ക്. പരഡസ്, ജൂലിയൻ അൽവരസിനെ കൊണ്ടുപോയി. ഓക്കെ, ലയണൽ മെസ്സി. ഓക്കെ, മെസ്സി കിട്ടിയില്ല ഗൈസ്, ക്ലിയർ. ലിസാൻഡ്രോ മാർട്ടീനസ്. ഓക്കെ, മാർട്ടീനസ് ഏരിയൽ ബോൾ വിൻ ചെയ്യുന്നു. ജൂലിയൻ ആൽവാരസിൻ്റെ 2ാം പ്രാവശ്യം ഡബിൾ ടച്ച് പിഴക്കുന്നു ഗൈസ്. ഡബിൾ ടച്ച് ഇടാൻ പറ്റാതെ ജൂലിയൻ. എന്ത് പൊട്ടര പൊട്ടിയ ഡിഫൻസ്. എന്നാലും ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ട. ഓക്കെ ഗൈസ്, ഓക്കെ
Okay, Gabriel Batistuta, and it's a goal. Emiliano Martinez ചെയ്തില്ല guys. 1-0 Gabriel Batistuta with a banger. അപ്പോൾ അവൻ ആദ്യത്തെ വെടിയുണ്ട നമ്മുടെ പോസ്റ്റിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഗബ്രിയേൽ ബറ്റിസ്റ്റൂട്ട വിത്ത് എ ബാങ്ങർ. 1-0 ഗൈസ്. അൽവാരസിൻ്റെ ടച്ചോടെ വേണ്ട ഇപ്പിടണ്ട ഗൈസ്. അൽവാരസിൻ്റെ ടച്ചോടെ നമ്മൾ വീണ്ടും നമ്മുടെ കളി റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അത് വാസ് പാളി. അൽവാരസ് ബൂം. What a goal, what a physical battle from Batistuta, and what a skill from Julian Alvarez. And it's 1-1. സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ കംബാക്ക് ഗോൾ വരുമ്പോൾ സ്കോർ നില 1-1. ഇറ്റ്സ് ലിയണൽ മെസ്സി. ഓക്കെ, വീണ്ടും ഇല്ല ഗൈസ്, പുറത്തോട്ട് ഭാഗ്യമുണ്ട് ഗൈസ്. ഡിഫൻസ് അഡ്ഡമോട്ടെല്ലാം പൊട്ടുണ്ട് ഗൈസ്. ഓക്കെ, വേഗം തന്നെ മാനേജറിനെ മാറ്റണം, എന്നാലും ഡിഫൻസ് പൊട്ടൽ കുറച്ച് കുറയുള്ളൂ. ഡിഫൻസ് എന്തിട്ട് പൊട്ടണേ. എമിലിയാനോ മാർട്ടീനസിൻ്റെ വക ഒരു ലോങ് ബോൾ ടു ജൂലിയൻ അൽവറസ്. ഓക്കെ, ബറ്റിസ്റ്റൂട്ട, എൻസോ. ഓക്കെ ഗൈസ്, ഓക്കെ, ഇറ്റ്സ് 2-1 ഗൈസ്. വാട്ട് എ ഹെഡിങ് പാസ് ആൻഡ് വാട്ട് എ ത്രൂ ബോൾ ഫ്രം എൻസോ ഫെർണാണ്ടസ് ആൻഡ് ഇറ്റ്സ് 2-1. ഇനി ഡിഫൻസ് നോക്കാം ഗൈസ്. ഓക്കെ, ഇനി ഡിഫൻസിൽ പണി പാളാൻ പാടില്ല. ഓക്കെ, എൻസോ ഫെർണാണ്ടസിന് കിട്ടുമോ? നഹുൽ മൊളീന. ഓക്കെ, കിട്ടി. അത് പോയി, അത് ബാക്കിലോട്ട് പോയി നമ്മുടെ ബറ്റിസ്റ്റൂട്ട. ഓക്കെ, പരഡേസ്. ജൂലിയൻ അൽവാരസ് സ്പേസ് ഉണ്ട്. ജൂലിയൻ അൽവാരസ് 2-2. ഡിഫൻസ് ഒരു ഗുമ്മില്ലല്ലോ, ഇതെന്താ പറ്റണാവോ? ആ പാട്ട് ഭയങ്കര ഇമോഷണൽ സോങ് ആണ്, എനിക്ക് ഭയങ്കര ഇമോഷണൽ അത്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് ആൽവറസ് അഗൈൻ. ആട്രേക്ക് ആൽവറസ്. അവൻ്റെ ഒരു മിസ്സായിരുന്നു ഗൈസ്, നമ്മളത് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇറ്റ്സ് 3-2. വാട്ട് എ ഗെയിം വി ഹാവ് ഹിയർ. ജൂലിയൻ അൽവറസ് അഗെയിൻസ്റ്റ് ബറ്റിസ്റ്റൂട്ട. വീണ്ടും പന്തിനുള്ള ശ്രമം. നഹുൽ മൊളീന. ഓക്കെ, ബറ്റിസ്റ്റൂട്ടയുടെ ഇൻ്റർസെപ്ഷൻ വരുന്ന കാഴ്ച. പരേഡസ്, ബറ്റിസ്റ്റൂട്ട, അൽവാരസ്. പന്ത് റാഞ്ചി. ലിസാൻഡ്രോ മാർട്ടീനസ്, ക്രിസ്റ്റ്യൻ റൊമേറോ, താഗ്ലിയാഫിക്കോ. മിസ് പാസല്ല. മെസ്സി ഗോളി വരട്ടെ. ഓക്കെ, ഇറ്റ്സ് ലിസാൻഡ്രോ മാർട്ടീനസിൻ്റെ ഒരു ക്ലിയറൻസ് ആണ്. ജൂലിയൻ അൽവാരസ് അത് എടുക്കാൻ പറ്റിയ ബോളായിരുന്നില്ല. ഡിഫൻസിൽ വീണ്ടും ഒരു അടിച്ച് പൊളിച്ചുള്ള പൊട്ടൽ. ബറ്റിസ്റ്റൂട്ട. ഇറ്റ്സ് ഓക്കെ, അവൻ പാസ് ഇട്ട് ഗൈസ്, ഭാഗ്യം. അവൻ്റെ ആ ഒരു കളി എനിക്ക് പറ്റില്ലല്ലോ ഗൈസ്. ഓക്കെ, മക്കാലിസ്റ്റർ, ലിയണൽ മെസ്സി, മക്കാലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്. റണ്ണെടുത്ത് പറ്റിക്കുന്നു ബറ്റിസ്റ്റൂട്ട. ഇറ്റ്സ് 3-2. ഓക്കെ, ഹാഫ് ടൈം ഇൻ ഫുട്ബോൾ സ്റ്റേഡിയം ആൻഡ് ഇറ്റ്സ് 3-2. വി ആർ ലീഡിങ്. ഓക്കെ, 3-2 നമ്മുടെ ലീഡിങ് ആണ്. നമ്മുടെ ജൂലിയൻ അൽവറസിൻ്റെ ഗോളിൽ നമ്മൾ ലീഡ് എടുത്തിരിക്കുന്നു ഗൈസ്. ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ട കിട്ടി. ഓക്കെ, ഡിപ്പോൾ. ഓക്കെ, ഡിഫൻസ്. റോഡ്രിഗോ ഡിപ്പോൾ. ഓക്കെ, ക്ലിയർ. ഓക്കെ, മക്കാലിസ്റ്റർ വേഴ്സസ് മക്കാലിസ്റ്റർ. ഓക്കെ, പോയി. ഓക്കെ, അൽവാര. ഓക്കെ, കിട്ടി. മെസ്സി. ഓക്കെ, ഗുഡ് പാസ് ഫ്രം മെസ്സി. ലിയണൽ ആന്ദ്രേസ് മെസ്സി. ഇറ്റ്സ് ആൽവാരസ് trying to score fourth goal but intercepted. Lisandro Martinez, Christian Romero, and it's a goal. It's Lionel Messi again. It's 3-3. What a game here, man. What an attacking from him. മെസ്സി. അൽവാരസിനെ കിട്ടിയില്ല ഗൈസ്. നമ്മൾ പന്ത് പെട്ടെന്ന് കളയുന്നുണ്ട്, അതിന് ഏറ്റവും വലിയ പ്രശ്നം.
Okay, Messi again. What a play from Lionel Andres Messi. Okay, പന്ത് റാഞ്ചി ഉണ്ടാവൻ. ലിയണൽ മെസ്സി, താലിയ ഫീക്കോ. ലിയണൽ മെസ്സി trying to blitz the ball. Okay, intercepted. താലിയ ഫീക്കോ. ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ട അഡ് ചെയ്തില്ല. ലിയണൽ മെസ്സി ബ്ലിറ്റ്സ് അടിക്കുന്ന മെസ്സിയാണത്. ഓക്കെ, ഇന്റർസെപ്റ്റഡ്. ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ട. ഓക്കെ, എൻസോ ഫെർണാണ്ടസ് കിട്ടിയില്ല. ലിയാൻഡ്രോ പരേഡസിന് കിട്ടൂല. ക്രിസ്ത്യൻ റൊമേറോ. ലിയണൽ മെസ്സിയിലോട്ട് തന്നെ പന്ത് പോകുന്നു. മെസ്സി, വാട്ട് എ പാസിംഗ് ഫ്രം ലിയണൽ ആൻഡ്രസ് മെസ്സി. Okay, long throw. Talia Fico with a long throw. Okay, Paredes. Oh, what a miss pass from Leandro Paredes. Okay, again we got the ball. Batistuta. Oh, Cristiano Romero with a good. Okay, guys, it's 4-3. It's Julian Alvarez with the 4th goal. What a game we have in football stadium. What a game. Julian Alvarez. What a match. What a man he is. Julian Alvarez. It's Messi. മെസ്സിയുടെ നിന്ന് പന്ത് റാഞ്ചുന്നു, തിരിച്ച് വീണ്ടും എടുക്കുന്നു. ഓ, ആ പാസ് പോയെങ്കിൽ ഉറപ്പ് ഗോൾ. ഷുവർ ഗോൾ. It's Lionel Blitz Messi. It's glitch from Batistuta. കിട്ടി. It's 4-4. What a defense. എന്തൊരു പൊട്ടല ഡിഫൻസ്. എൻ്റെ പൊന്നെ. ലിയാൻഡ്രോ പാരേഡസിൻ്റെ ഒരു ബോൾ പൊസിഷൻ. അത് ഇട്ട് കൊടുത്താ ഞാൻ ഇടാണ്ട് വേണങ്ങണപ്പൻ. ഓ, അത് കിട്ടിയില്ല ഗൈസ്. നമ്മുടെ ഇവനെ സെനേസി പന്തെടുത്തില്ല. ഇറ്റ്സ് ഡേഞ്ചർ ഹിയർ. ഓക്കെ, എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി കളി എക്സ്ട്രാ ടൈമിലോട്ട് നീങ്ങുന്നു. ഇറ്റ്സ് 2-4. അയ്യോ, അത് കിട്ടിയങ്ങ് കുഴപ്പമില്ല. എക്സ്ട്രാ ടൈമിൽ നമുക്ക് പിടിക്കാൻ നോക്കാം ഗൈസ്. എക്സ്ട്രാ ടൈം നോക്കി നോക്കാം. 4-4. എന്തൊട്ട് കളി ഇത്. മെസ്സിയിലോട്ട് കളിയിട്ട് ഗൈസ്. നമ്മൾ ഗോളടിച്ചാൽ പിന്നെ അവൻ്റെ അല്ല ബോൾ. അതാണ് ഏറ്റവും രക്ഷമാണ്. നന്നായി ഇപ്പോൾ എടുത്ത് കളിക്കും, നമ്മളെ ഡ്രിബിൾ ചെയ്യും, അവൻ ചെല്ലും ഗോളടിക്കും. തന്നെ ഒരു പരിപാടി. നമ്മുടെ പ്ലെയേഴ്സ് അഞ്ചൊരു ഗുമ്മില്ലാണ്ടൊക്കെ കളിക്കണം. നോക്കാം, എക്സ്ട്രാ ടൈം അല്ല, നോക്കി നോക്കാം. നമ്മുടെ ടച്ചോടെയാണ് കളി ആരംഭിക്കുന്നത് കേട്ടോ ഗൈസ്. നമുക്ക് പൊസഷൻ കളിക്കാം. ഓക്കെ, ബറ്റിസ്റ്റൂട്ടയുടെ ഒരു ഗംഭീര റൺ അവിടെ വരുന്നുണ്ട്. ബറ്റിസ്റ്റൂട്ട കൺട്രോളില്ലേ ബറ്റിസ്റ്റൂട്ടയ്ക്ക്. ഒരു ബോൾ അവിടെ പിടിച്ച് നിർത്താൻ പറ്റുന്നില്ല. ലിസാൻഡ്രോ മാർട്ടിൻസിനെ ഹൈറ്റിലെ കേസ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ അർജന്റീനയുടെ മണിമുത്ത ലിസാൻഡ്രോ മാർട്ടിൻസിന് ഹൈറ്റില്ല എന്നുള്ളട്ടോ കേസ്. അടി കൂടെ ഒരു ബോൾ കടത്തില്ലേ മാർട്ടിൻസ്. കഴിഞ്ഞ കളി എന്നിട്ട് പറ്റിയോ മാർട്ടിൻസിന്. കഴിഞ്ഞ നട പോയിട്ട് കേസ്. അല്ലെങ്കിൽ മാർട്ടിൻസ് തെറ്റാണ്. നമ്മുടെ ലിസാൻഡ്രോ വിശ്വസ്തനെ. ഓ, അതൊക്കെ ഗോളായ പിന്നെ എമിലിയാനോ മാർട്ടിൻസ് പിന്നെ നിന്നിട്ട് കാര്യമില്ല. തെറി പറയും ഞാൻ വിളിച്ചിട്ട്. അത്രയ്ക്ക് മോശമായിരുന്നത് ഗോള് കാര്യം. കയറിയില്ല, എന്നാലും കയറിയെങ്കിലേ കയറണ പോലെ തോന്നി. അങ്ങനെ പേടിച്ചാൽ ഓക്കെ. ബ്ലിറ്റ്സ് മെസ്സിയാണ്ടോ കേസ്. അത് പണി കിട്ടി. ഉറപ്പ് ഗോൾ, ഷുവർ ഗോൾ. ഓ, നമ്മൾ അവിടെ ഇട്ട് കളകിപ്പോൾ. ഓ, നല്ലൊരു പാസ്. നല്ലോണം ഓടിക്കയറാൻ്റെ എൻസോ ഫെർണാണ്ടസ്. 4-4. ഈ കളി തോറ്റ ഫ്രസ്ട്രേഷൻ അടിച്ചിട്ട് ഇനി അടുത്ത കളി കളിക്കണ്ടെന്നൊക്കെ ആലോചിക്കും. എളുപ്പമല്ല കേസ്, എങ്ങനെ അടിക്കണം. അത് വല്ലാണ്ട് എളുപ്പമല്ല. ഈ ഹാഫിൽ എന്തേലും കൊടുക്കണം കേട്ടാ. മക്കാലിസ്റ്റർ അമ്പോ കിട്ടി. പ്രഷർ അടിച്ച് വന്നപ്പോൾ കിട്ടി കേസ്. അത് ബ്ലിറ്റ്സ് മെസ്സി ഭയങ്കര തീയട്ടോ കേസ്.
ഈ രശിലേ ബിസിനസ് രശില് കുഴപ്പമില്ല. നമുക്കെന്താ വേറെ ഞാൻ ഏതെങ്കിലും വേറെ കളി അടിച്ച് ജയിച്ചുകൊണ്ട് പോയി അതല്ല ഇപ്പോൾ വേറെ എപ്പോഴും ജയിക്കാം. അതായത് 4 വട്ടം മുന്നിൽ നിന്നിട്ട് 4 വട്ടം എന്തോ ഒരു കമ്പയൊക്കെ അടിച്ച് അവൻ ജയിക്കാറായി. എന്തിട്ടൊക്കെ പറയുമ്പോൾ നടക്കണത് 4 എണ്ണത്തിന് ലീഡായിട്ട് 4 എണ്ണം തിരിച്ചടിച്ചു. ഓരോരോ കളികള് എളുപ്പമല്ല. നമ്മുടെ ഡിവിഷൻ എളുപ്പമല്ല, കോയിനുവിൻ്റെ എളുപ്പമല്ല ഗൈസ്. അവൻ സബ് കൊടുത്തിട്ടുണ്ടോ ഗൈസ്? ബാക്കിനെ മൊത്തം ഇറക്കുന്നുണ്ട്. ഓക്കെ, ബാക്കായി മൊത്തം. ഈ ഫുൾ ഡിഫൻസ് കഴിഞ്ഞു. നമ്മൾ പക്ഷെ ഒരു വട്ടം പോലും ഇങ്ങനെ കളിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. നമ്മൾ എത്ര പ്രാവശ്യം ലീഡായതാണെന്നറിയോ? അൽവാരസ് ബാറ്റ് സ്റ്റൂട്ട് ഞാൻ അടിച്ചാണ് കേട്ടോ. ഓക്കെ, സ്പേസ് ഉണ്ട്. അവിടെ കിടക്കില്ല ഗൈസ്, സെൻറ്റർ കിടക്കില്ല. ഇതെങ്ങനെ ഇവൻ എത്ര പേര് അറ്റാക്കിങ് കിട്ടണേ? സമയങ്ങളെ ഗൈസ് പല ആവശ്യം. തോറ്റു ഗൈസ്, തോറ്റു. അവനപ്പം എൻ്റെ കളി കളിച്ചു മൈരൻ. അങ്ങനത്തെ ഓരോ കുണ്ണകളുണ്ട് ഗൈസ്, പൂറി മക്കള്.